ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് റവ, ഒരു ഗ്ലാസ് മൈദ, അത് കഴിഞ്ഞ് നാളികേരക്കൊത്ത് ചിരകിയതും കൊത്താക്കിയിട്ടത്, പിന്നെ നല്ല ജീരകം, പിന്നെ ഞാൻ അതിലിട്ട് ഒന്ന് ഏലക്കായ. ഇപ്പോൾ ഞാൻ റോബസ്റ്റ് പഴം എടുത്ത് നട്ടിലാന്ന് വെച്ച് കഴിഞ്ഞാൽ പാളയംകുടം പഴം കേട്ടോ. പിന്നെ ഇത് നല്ലപോലെ ശർക്കര വെച്ച് മിക്സാക്കി എടുക്കാം കേട്ടോ. അത് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ വെക്കാം. അത് കുറയാൻ പാടില്ല കേട്ടോ. നമുക്ക് അടുപ്പത്തൊരു ഉണ്ണിയപ്പച്ചട്ടിയിൽ വെച്ചിട്ട് ഉണ്ണിയപ്പം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോൾ വേണം കേട്ടോ ഒഴിക്കാൻ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ അതേ നമ്മുടെ ഉണ്ണിയപ്പം സെറ്റായിട്ടുണ്ട്. നമുക്കതൊന്ന് മറിച്ചിടാം. നല്ലപോലെ ബ്രൗൺ കളറാണ് ഉൾപ്പെടെ എടുക്കണേ. അങ്ങനെ ഇത് ചെയ്യണ്ടില്ല, അന്ന് ഇളക്കിയൊക്കെ ഇട്ട് ഓർത്തുണ്ട്, കുഴപ്പമുണ്ടായിരുന്നില്ല. റോബസ്റ്റ് വെച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. ഇങ്ങനെ പിന്നെ ഇതിൽ എള്ളിടാം കേട്ടോ, എള്ളിടാം. ഞാൻ എള്ളില്ലാത്തതുകൊണ്ട് ഇട്ടുണ്ടായിരുന്നില്ല ബാറ്ററിൽ. അങ്ങനെ അപ്പോൾ സെറ്റായത് രണ്ടാമത് ബാച്ച് ഒഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെ രണ്ടാമത്തെ ബാച്ചാണ് ഒഴിക്കണം. നല്ലോണം ഇപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ളു അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഇടാം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇട്ടില്ല. ഇതേ ഉണ്ണിയപ്പമൊക്കെ എത്ര ഉണ്ടാക്കി ഞാൻ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ആയിരിക്കും ബായ്.